RSS കൊടിയേന്തിയുള്ള ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലി വിവാദം കനക്കുന്നു. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് AIYF ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, പരിപാടികളിൽ രാജ്ഭവൻ പുഷ്പാർച്ചന തുടരുമ്പോൾ AIYFന്റെ CPIയുടെ പ്രതിഷേധം മറുഭാഗത്ത് നടക്കുകയാണ്. സർക്കാർ ഇക്കാര്യത്തിലൊരു നിലപാടെടുക്കാതെ ഒളിച്ചു കളിക്കുകയാണോ റഹീസ്? സുജിയ, അങ്ങനെ പറയേണ്ടി വരും. കാരണം ഗവർണറുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. CPIയും അതിൻ്റെ യുവജന സംഘടനകളും രാജ്ഭവനെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നു. ആ പോരാട്ടം തുടരുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ഒരു ഗവർണർക്കെതിരെ, രാജ്ഭവനെതിരെ ഈ വിഷയത്തിൽ നിലപാടെടുക്കേണ്ട മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആ ദിവസം പ്രതികരിച്ച CPMന്റെ നേതാക്കൾക്കും ചില മന്ത്രിമാരും അതിന് തൊട്ട് പിറ്റേ ദിവസം പ്രതികരിച്ചെങ്കിലും അതിനുശേഷം ഒരു മൗനം പാലിക്കുന്ന രീതിയാണ് കാണുന്നത്. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് CPI അവരുടെ രാഷ്ട്രീയമായ പോരാട്ടം ഓരോ ദിവസവും കടുപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPI ആയിരുന്നു രാജ്ഭവനെതിരായ പ്രതിഷേധത്തിന്റെ മുൻപന്തിയിലെങ്കിൽ ഇന്ന് CPIയുടെ യുവജന വിഭാഗമായ AIYF വൈകിട്ട് 3 മണിക്ക് രാജ്ഭവനിലേക്ക് ഒരു മാർച്ച് നടത്തുകയാണ്. 2 കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒന്ന്, പ്രസിഡന്റ് ഗവർണറെ തിരിച്ചു വിളിക്കണം. മറ്റൊന്ന്, രാജ്ഭവനെ ഒരു RSS കേന്ദ്രമാക്കാൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ട ഒരു പ്രതിഷേധ മാർച്ചാണ്. പക്ഷേ ആ മാർച്ചിൽ ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നില്ല. ദേശീയ കൗൺസിൽ ആയതുകൊണ്ട് ഹൈദരാബാദിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സുജിയ, വിവരങ്ങൾ നൽകിയത് റഹീസ് റഷീദാണ്.